ശ്രീ രാഹുൽ ഈശ്വർ ഇടക്കാല ഉത്തരവ് വായിച്ചതിൽ നിന്ന് താങ്കൾക്ക് എന്തൊക്കെ മനസ്സിലായി? രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രീ ഗോപികൃഷ്ണൻ. ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഹൈക്കോടതി വളരെ ബാലൻസ്ഡ് ആയിട്ടും വളരെ ഷാർപ്പായിട്ടുമാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും ഇതിന് മുമ്പത്തെ ഹിയറിംഗിലടക്കം കേസ് ഓവർ സെൻസേഷനലൈസ് ചെയ്യരുതെന്നും അത്തരം കാര്യങ്ങൾ പോലും കോടതി പറയുന്നുണ്ട്. ഈ അക്യൂസ്ഡ് ആയ പലർക്കും കൂടി റൈറ്റ് വേണം. അതുകൊണ്ട് കോടതി വെൽ ബാലൻസ്ഡും വളരെ ഷാർപ്പും ആ ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല കാര്യം. അങ്ങ് വളരെ ശരിയായി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ കേസിലെ ഹീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ നായകർ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാർ സാറും തന്നെയാണ്. അവർ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇത് പുറത്തു വന്നത്. താങ്കൾ അടക്കമുള്ള മാധ്യമങ്ങളും അത് പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ. ഒന്ന്, ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത് വെൽ ഓർക്കസ്ട്രേറ്റഡ് ആണ്. മുമ്പ് ഹയസ്റ്റ് ഹൈറാർക്കി, അതായത് ആ ദ്വാരപാലക ശില്പങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് നേരത്തെ ന്യൂസ് 24 ന്യൂസിൽ കാണിക്കുന്ന പോലെ ഹയസ്റ്റ് ഹൈറാർക്കിയിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തുകയാണ് കോടതി. ചില കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായെന്നും, രണ്ട്, പറയാതെ പറയുന്നത്, കൂടുതൽ ഇൻഫർമേഷൻ വന്നിട്ടേ നമുക്ക് പറയാൻ കഴിയൂ. ദേവസ്വം ബോർഡ് ഹയസ്റ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്താതെ പോകാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയാണ്. പക്ഷെ നമുക്കറിയാം ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ദേവസ്വം ബോർഡിലേക്ക് സംശയം നീളുന്ന, ലീഗലി സംശയം നീളുന്ന, മീഡിയയിലും സാധാരണക്കാർക്കും എല്ലാം അറിയാം ദേവസ്വം ബോർഡിന്റെ പങ്കുണ്ടെന്ന്, അത്തരം കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തരുത്. ഗോപൻ സഖാവ് അങ്ങനെ ഒരുപാട് വളഞ്ഞു കെട്ടിയൊന്നും പറയണ്ട. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ശ്രീ എൻ കെ പ്രേമേന്ദ്രന്റെ ഒരു ഫാനാണ്. നമ്മുടെ വി ഡി സതീശനും എൻ കെ പ്രേമേന്ദ്രനുമാണ് ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആൾക്കാർ. പക്ഷേ ആ ബീഫ് പരാമർശം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ സഖാവ് അല്ലെങ്കിൽ സാറ് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അത് ശരിയായില്ല. അത് പറയാൻ ഞങ്ങളെ പോലുള്ള വലതുപക്ഷക്കാരുണ്ട്. അത് എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ പോലെ വലിയ സ്റ്റേച്ചറുള്ള ഒരു വ്യക്തി അമിത വൈകാരികമായ ബീഫ് പരാമർശവും ഒക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. രണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ നല്ല കാര്യവും, ഞാൻ CPM വിരുദ്ധനാണ്, അത് വേറെ. പക്ഷേ അയ്യപ്പനെയും വാവരെയും ചേർത്ത് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്. കാര്യം വാവരില്ല, വാപുരനാണെന്ന് പച്ചക്കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് രാഷ്ട്രീയം മാറ്റി ഇതിന്റെ തെഫ്റ്റ് എന്ന് പറയുന്ന മോഷണം, ക്രിമിനൽ കോൺസ്പിറസി, മോഷണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരണം. ശ്രീ ഗോപികൃഷ്ണൻ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത വരികയാണ്. ഉണ്ണികൃഷ്ണൻ, പോറ്റി എന്ന് പറയുന്നില്ല, ഉണ്ണികൃഷ്ണൻ വെറും ഒരു പ്യൂണാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്യൂണിനെ ഉപയോഗിച്ച മാസ്റ്റേഴ്സ് ആരാണ്? മാസ്റ്റർ മൈൻഡ് ഓഫ് ദി കോൺസ്പിറസി ആരാണ്? അതായത് ഉണ്ണികൃഷ്ണൻ വേറൊരാളെ വിട്ടല്ലേ 19-നും 20-നും മേടിപ്പിച്ചത്, അനന്തസുബ്രഹ്മണ്യം. അതുകൊണ്ട് അയാൾക്ക് ഇതിനെ കുറ്റം ഉണ്ടാവൂ? അപ്പൊ അനന്തസുബ്രഹ്മണ്യം അല്ല, അതിന്റെ പുറകിൽ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണന്റെ പുറകിൽ വേറൊരാളാണ്. ആ ആൾക്കാരെ, ചെയിൻ ഓഫ് ആൾക്കാരെ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ വേണ്ട ചെയ്യേണ്ടത്. ഇപ്പൊ ഹൈക്കോടതി ഉത്തരവിലെ വേറൊരു കാര്യം, ഹൈക്കോടതി മുമ്പത്തെ വിധിയിലും ഇന്നത്തെ വിധിയിലും ഒക്കെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് പോയ ദ്വാരപാലകരാണോ, സെയിം ആണോ എന്ന് ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. അത് അജയ് തറയിൽ സാർ പറയുന്നത് വളരെ കറക്റ്റാണ്. സെയിം അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുന്നതിൽ വേദനയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ വിജയമല്യ തന്ന ഒറിജിനലി സ്വർണം ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് വേദനാജനകമാണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട. അതിന് രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ ഞങ്ങൾ അത് സ്വർണം എടുത്തു മാറ്റി ആ ചെമ്പ് നശിപ്പിച്ച് പുതിയ സാധനം ഉണ്ടാക്കി, ഇതായിരിക്കണം ഒരു പോസിബിലിറ്റി. അതിന് ഇയാൾക്കാർ അധികാരം കൊടുത്തു, ഇയാൾക്കാർ അവകാശം കൊടുത്തു വിജയമല്യ അയ്യപ്പന് സമർപ്പിച്ച സ്വർണം മാറ്റാൻ? അത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ ഇല്ലാതെ പറ്റുമോ? മിക്കവാറും അതും സംഭവിച്ചു കാണില്ല. അത് വേറെ ആർക്കെങ്കിലും വിറ്റ് കാണും. അത് മാറ്റാനുള്ള റൈറ്റ് ഉണ്ണികൃഷ്ണൻ എവിടെ നിന്ന് കിട്ടി? അത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ. മാറ്റിയിട്ടുണ്ടെങ്കിൽ പോളിസി ഡിസിഷനാണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ശ്രീ ഗോപികൃഷ്ണന്റെയോ എന്റെയോ പ്രശാന്ത്ജിയുടെയോ അല്ലെങ്കിൽ അജയ് തറയിൽ സാറിന്റെയോ ഗോപൻ സഖാവിന്റെയോ വീട്ടിൽ നിന്ന് ഒരു 100 പവൻ എടുത്തോണ്ട് പോയാൽ 39 ദിവസം കഴിഞ്ഞിട്ടും ഉദ്ദേശ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ? അങ്ങയുടെ വീട്ടിൽ നിന്ന് ഒരു 10 പവനോ 100 പവനോ എടുത്തോണ്ട് പോയി, 39 ദിവസമായിട്ട് നമ്മൾ പണി ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചു ചോദിക്കും? കിലോ കണക്കിന് സ്വർണം അങ്ങനെ പോയിട്ട് ദേവസ്വം ബോർഡുകാരെ വിളിച്ചു ചോദിക്കാത്ത എന്താ? ഇറ്റ് ഷോസ് ക്രിമിനൽ മൈൻഡ്, ഇറ്റ് ഷോസ് മെൻസ്രിയ, അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം. അത് ചെയ്യാനുള്ള ഉദ്ദേശശുദ്ധി, മെൻസ്രിയ എന്ന് ലീഗൽ ടേംസിൽ പറയുന്ന ക്രൈം കണ്ടക്ട് ചെയ്യാനുള്ള, ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമാകാനുള്ള വിൽഫുൾ ആയിട്ടുള്ള ഇന്റൻഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് ഇത് എത്തണം. ഇത് പറയുന്നത് ഒരു സന്തോഷമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാം ആദരിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അയ്യപ്പനെക്കാട്ടി പ്രധാനമല്ലല്ലോ പത്മകുമാർ സാർ. അയ്യപ്പൻ കഴിച്ചിട്ടല്ലേ ബാക്കി ആരും ഉള്ളൂ. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ആർക്കെങ്കിലും അതിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് തോന്നുന്നത് ഉണ്ണികൃഷ്ണനെയും ചില ഉദ്യോഗസ്ഥരെയും ബലിയാടാക്കിക്കൊണ്ട് പുറകിൽ നിൽക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന സംശയം വ്യാപകമായിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പക്ഷേ അവരിലേക്ക് ഒതുങ്ങരുത്. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കം ഇനി അതിന്റെ പിന്നിൽ ആരെങ്കിലും... അല്ല രാഹുൽ, അവരിലേക്ക് ഒതുങ്ങരുത് എന്ന് ഹൈക്കോടതിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ
ഇപ്പോൾ ഈ രഹസ്യ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആക്കുന്നു, സ്വമേധയാ കേസെടുക്കുന്നു, മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, ഇതിന്റെ ക്രിമിനൽ കോൺസ്പിറസിയും ഇതിന് പിന്നിലുള്ള ലാർജർ കോൺസ്പിറസിയും ഒക്കെ കണ്ടെത്തുന്നതിലേക്ക് അന്വേഷണം പോകണമെന്ന് ഗോപീഷൻ, അത് മാധ്യമങ്ങൾ കൂടെ അറിഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകുമായിരുന്നു. ഹൈക്കോടതി ഇൻ ഇറ്റ്സ് വിസ്ഡം ഹാസ് ഡൺ, അതുകൊണ്ട് നമ്മൾ ആദരിക്കുകയാണ്. പക്ഷേ അത് ജനങ്ങളും മാധ്യമങ്ങളും കൂടെ അറിഞ്ഞാൽ മാത്രമേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മേളിൽ പ്രഷർ ഉണ്ടാവൂ. എനിക്ക് തോന്നുന്നു ഇത് ആ നിലയ്ക്ക് സാധാരണ നിലയിൽ ഈ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പീഡന കേസുകളിലൊക്കെയാണ് ഈ അതിജീവതയുടെ വിവരങ്ങൾ, അതിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാനൊക്കെയാണ് സാധാരണ ഇത്തരത്തിലുള്ള ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലേക്ക് പോകുക. ആ അർത്ഥത്തിൽ ഇതൊരു അസാധാരണ നടപടിയായി കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലേ രാഹുൽ? അസാധാരണ സ്റ്റെപ്പാണ്. അതാ പറഞ്ഞത്, ഹൈക്കോടതി എന്തെങ്കിലും കാര്യമായ മനസ്സിൽ കണ്ടു കാണും. കാര്യം അവരാണല്ലോ സുഹമോട്ടോ എടുത്താണല്ലോ വരുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി കണ്ടു കാണും. പക്ഷേ സാധാരണക്കാരന്റെ രീതിയിൽ മീഡിയയ്ക്കും പബ്ലിക്കിനും കൂടെ ഇൻഫർമേഷൻ കിട്ടിയാൽ പ്രഷർ കൂടുതൽ ബിൽഡ് ചെയ്യാനും, കാര്യം ഇത് ഏതെങ്കിലും ഒരു പാർട്ടി ഘടനാപരമായി ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പറയുന്നു. പിണറായി വിജയൻ വീട്ടിൽ ഇരുന്ന് പ്ലാൻ ചെയ്തതാണെന്നും ആരും പറയും തോന്നുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഉണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് മേളിലൊരു പ്രഷർ ആകാനും അവരുടെ അടക്കം തെറ്റുകാരുണ്ടെങ്കിൽ തുറന്നു പറയാനും ഉള്ളൊരു പ്രഷർ ബിൽഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിധി വരട്ടെ, നമുക്ക് എന്തായാലും കാത്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.